ഹലോ ക്ലാസ് 8 ഫാമിലി. സോ നമ്മൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ പാരലലോഗ്രാംസിനെ കുറിച്ച് പഠിച്ചു, ദെൻ നമ്മൾ റോംബസിനെ കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് ഇതിന്റെ ഏരിയാസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെയാണ്? ട്രപ്പീസിയംസ് അല്ലെങ്കിൽ ലംബങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ ഏരിയ എങ്ങനെയാ കാണാന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സോ നമ്മൾ ഇത് പഠിക്കുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. സെറ്റ്. ദെൻ നോക്കിയേ, ലംബകത്തിന്റെ രൂപം എങ്ങനെയാ വരിക? എങ്ങനെയാ ഇതിന്റെ ഷേപ്പ്? രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കും അല്ലെ. ലംബകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കും അല്ലെ. രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഇവിടെ നോക്ക്, ഞാൻ രണ്ട് സൈഡ്സ് പാരലൽ സൈഡ്സ് വരച്ചു. എന്നിട്ട് ജസ്റ്റ് യെസ്, ഓക്കെ, രണ്ട് സൈഡ്സ് പാരലൽ വരയ്ക്കുന്നു. ഇവനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു സൈഡും പാരലൽ ആണ്, ബാക്കിയുള്ള രണ്ട് സൈഡ്സ് പാരലൽ ഒന്നും അല്ല അല്ലെ. സോ ഇതാണ് ഇതിന്റെ പ്രത്യേകത അല്ലെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. സോ ഇതിന്റെ ഏരിയ എങ്ങനെയാ കാണുക? സിമ്പിൾ കാര്യമാണ്. അതായത് ഞാൻ എന്ത് കൊടുക്കുന്നു, ഇതിന്റെ നീളം എ ആണെന്ന് വെച്ചോ, ഓക്കെ, ഇതിന്റെ നീളം ബി ആണ്. സിമ്പിൾ കാര്യം. ഇനി ഇവന്മാർ രണ്ടാളും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ്? എച്ച് ആണ്. ഓക്കെ, നമ്മളുടെ പാരലൽ സൈഡ്സിൽ രണ്ടെണ്ണത്തിന്റെ നീളം എന്താണ്? എയും ബിയും ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ആണ്. ഓക്കെ, എച്ച് ആണ്. അങ്ങനെയെങ്കിൽ ഇവന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. എന്താണ്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഹാഫ് ഇൻറ്റു നമ്മളുടെ ഉയരം അല്ലേ, ഉയരം ഇൻറ്റു എ പ്ലസ് ബി. പാരലൽ സൈഡ്സിന്റെ സമ്മാണ്. സിമ്പിൾ അല്ലേ? ഇതൊന്ന് കാണാതെ എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം കേട്ടോ. എന്താണ്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് എന്ത്? നമ്മളുടെ ലംബകത്തിന്റെ ട്രപ്പീസിയം, ഏത് ട്രപ്പീസിയം ആയിക്കോട്ടെ, അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. മറന്നു പോകരുത്, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എച്ച് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള അകലമാണ്. എയും ബിയും പാരലൽ സൈഡ്സിന്റെ നീളമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലോ? നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. The length of the parallel sides of a trapezium are 30 cm, 10 cm and the distance between them is 20 cm. What is its area? ഒരു ലംബകത്തിന്റെ സമാന്തര വശങ്ങളുടെ നീളം 30 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. അവ തമ്മിലുള്ള അകലം എന്താണ്? 20 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. ദെൻ എയും ബിയും എന്താണ്? പാരലൽ സൈഡ്സിന്റെ നീളാണ് അല്ലെ. ഇവിടെ തന്നിട്ടില്ലേ, പാരലൽ സൈഡ്സിന്റെ ലെങ്ത് ഓഫ് ദി പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ 30യും 10ഉം ആണ്. സമാന്തര വശങ്ങളുടെ നീളം 30ഉം 10ഉം ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എ 30 എടുക്കുന്നു, ഇത് 10 എടുക്കുന്നു. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള അകലമാണ് അല്ലെ എച്ച്. ഇത് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? യെസ്, തന്നിട്ടുണ്ട്. നോക്ക്, അവ തമ്മിലുള്ള അകലം 20 സെന്റിമീറ്റർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 20 സെന്റിമീറ്റർ. സിമ്പിൾ കാര്യം. അപ്പൊ എച്ച് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 20 ആണ്, ഇൻറ്റു എ പ്ലസ് ബി, അതായത് 30 പ്ലസ് 10 എന്ത് വരും? 20/2 എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു 30 പ്ലസ് 10 എന്ന് പറയുന്നത് 40 ആണ് അല്ലേ. ദാറ്റ് ഈസ് 400 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ത്? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റില്ലേ? നമ്മളുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ നോക്കിയേ, ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ഷോൺ ബിലോ. ചിത്രത്തിലെ ലംബകത്തിന്റെ പരപ്പളവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് എന്തൊക്കെ അറിയണം? എ അറിയണം, ബി അറിയണം, എച്ച് അറിയണം. ഈ മൂന്നാളെ അറിയെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം അല്ലെ. എയും ബിയും പാരലൽ സൈഡ്സ് ആണ്. അതായത് ഇവിടെ പാരലൽ സൈഡ്സ് ഇവനും ആണ് അല്ലെ. ഇതിന്റെ നീളം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് 12 ആണ്, ഇത് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് 12 എടുക്കുന്നു, ഒന്ന് 4 സെന്റിമീറ്റർ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്മാര് തമ്മിലുള്ള ഉയരമാണ് അല്ലെ. ഇവന്മാര് തമ്മിലുള്ള ഉയരമാണ്. അതായത് ഇവിടെ 90 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് തന്നെയാണ് ഇവിടെ ഉള്ള ഉയരം എന്ന് പറയുന്നത് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. ലംബകത്തിന്റെ ഈ സൈഡ് തന്നെയാണ്. ബിക്കോസ് എന്താണ്? ആ സൈഡ് പെർപെൻഡിക്കുലർ സൈഡ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്? ഈ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ആയിരിക്കും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റൂലായിരുന്നു അല്ലെ. പക്ഷെ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ആ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റും അല്ലെ. ദെൻ
അപ്പൊ ഇതിന്റെ ലെങ്ത് കാണണം അല്ലെ, ഇതിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇതിന്റെ ലെങ്ത് കാണാൻ എന്തെങ്കിലും മക്കൾക്ക് വഴി തോന്നുന്നുണ്ടോ? നമുക്ക് ഇത് തന്നിട്ടില്ല, എന്തെങ്കിലും വഴിയുണ്ടോ ഇതിന്റെ ലെങ്ത് കാണാൻ? നിങ്ങൾ നോക്കുക, ഇവൻ എന്താണ്? ഇവനെന്ന് പറയുന്നത് ഒരു കർണമാണ് അല്ലെ, ഹൈപ്പോട്ന്യൂസ് ആണ്. എന്തിന്റെ? ഈ ഒരു മട്ടത്രികോണത്തിന്റെ. ഇവനൊരു മട്ടത്രികോണാണ് അല്ലെ. ഇതാ ഇവിടെ നോക്ക്, ഇത് മട്ടത്രികോണാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ കർണമാണ് ഇവൻ, ഹൈപ്പോട്ന്യൂസ്. ഇത് പാദമാണ്, ബേസ് ആണ്. ഇവൻ ആരാണ്? ആൾട്ടിറ്റ്യൂഡാണ് അല്ലെ, ലംബമാണ്. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ്, √ കർണം സ്ക്വയർ അല്ലെ. നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ലംബവശങ്ങളിൽ ഒന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? √ വലിയ വശത്തിന്റെ കർണത്തിന്റെ സ്ക്വയർ മൈനസ് പാദത്തിന്റെ സ്ക്വയർ ചെയ്താൽ മതി. അതായത് 13ന്റെ സ്ക്വയർ മൈനസ് 12ന്റെ സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു √ 13ന്റെ സ്ക്വയർ 169 മൈനസ് 12ന്റെ സ്ക്വയർ 144. അതായത് എത്ര വരും? ദാറ്റ്സ് ഈക്വൽ ടു √ 9 4 പോയാൽ 5 ആണ്, 6 4 പോയാൽ 2 ആണ്, 1 പോയാൽ 0. √25 എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ ആയിരിക്കും എന്ത്? ഇതിന്റെ ഉയരം. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ഇത് കാണാൻ എന്താ ചെയ്തത്? നമുക്കറിയാം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് തന്നെ റൈറ്റ് ട്രയാങ്കിളിന്റെ ലംബമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇത് പൈതഗോറസ് തിയറം വെച്ച് കാണാം അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ട് കണ്ടു. അങ്ങനെയെങ്കിൽ h എന്താണ്? 5 ആണ്. ഇനി എങ്ങനെയാ നമ്മൾ കാണാ? ഏരിയ ഈസ് ഈക്വൽ ടു ½ h × a + b ആണ് അല്ലെ. അതെന്തായിരിക്കും വരാ? നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ചെയ്യണം. ഓക്കെ, സെറ്റ്. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ABCD is a square. BE equal to BC equal to 6 cm. What is the length of AE? Find the area of the trapezium AECD. ABCD ഒരു സമചതുരമാണ്. BE equal to BC equal to 6 cm. AEയുടെ നീളം എത്ര? ലംബകം AECDയുടെ പരപ്പളവ് കണക്കാക്കുക. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ? ABCD എന്തായിരിക്കും? ഒരു സ്ക്വയർ ആണ്. അതായത് ഇവൻ എന്താണ്? ഒരു സ്ക്വയർ ആണ് എന്ന് പറഞ്ഞത്. ABCD എന്ന് പറയുന്നത് ഇവന് ഒരു സ്ക്വയർ ആണ്. ദെൻ നമ്മളോട് പറയാണ് BE equal to BC ആണ്. BE equal to നോക്ക്, ഈ BE എന്ന് പറയുന്ന ഈ വശവും BE equal to BC ആണ്. BE equal to BC, അതായത് ഈ വശവും ഈക്വൽ ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് 6 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവനും എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ മിസ് ചോദിക്കട്ടെ, ഇതൊരു സ്ക്വയർ ആണ് എന്ന് ഇവർ പറഞ്ഞിട്ടില്ലേ? ABCD ഒരു സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ഇവൻ 6 ആണ് നമ്മൾ കണ്ടുപിടിച്ചാല് ബാക്കിയുള്ളതൊക്കെ എത്ര തന്നെ ആയിരിക്കും? 6 തന്നെയായിരിക്കും അല്ലെ. ബിക്കോസ് സ്ക്വയേഴ്സിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഒരു സൈഡ് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സൈഡ്സും എന്തായിരിക്കും? അത് തന്നെയായിരിക്കും അല്ലെ. അത് തന്നെയായിരിക്കും. ദെൻ അടുത്ത ചോദ്യം നോക്ക്. AEയുടെ നീളം എത്രയാണെന്നാ ചോദിച്ചത്. അതായത് ഇതാണ് അല്ലെ ഈ വരെയുള്ള നീളം. ഇത് മുതൽ ഇതുവരെയുള്ള നീളം എത്രയാണെന്നാ ചോദിച്ചത്. എത്രയാടാ? ഇവിടുന്ന് ഇങ്ങോട്ട് 6 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടും 6 ആണ്. അങ്ങനെയെങ്കിൽ ആകെ നീളം എത്രയാണ്? 12 ആണ് അല്ലെ. ഒന്നാമത്തെ ആൻസർ കിട്ടി, 12 ആണ്. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം AECD. AECD എന്ന് പറയുന്ന ട്രപ്പീസിയത്തിന്റെ ഏരിയ. സിമ്പിൾ. എങ്ങനെയാണ്? A അറിയണം, B അറിയണം, H അറിയണം. A ആരാ? B ആരാ? H ആരാ? A എന്ന് പറയുന്ന ആരാണ്? നമ്മളുടെ Aയും Bയും പാരലൽ സൈഡ്സിന്റെ നീളാണ് അല്ലെ. അതായത് ഇവനാണ് ട്രപ്പീസിയം. നമ്മളുടെ ട്രപ്പീസിയം ആരാണ്? ഇവനാണ് നമ്മളുടെ ട്രപ്പീസിയം. അതിൽ ഇതിന്റെ നീളം എത്രയാണ്? 6 + 6 12 ആണ്. അത് A ആയിട്ട് എടുത്തു. ഇതിന്റെ നീളം എത്രയാണ്? 6 ആണ്. അത് B ആയിട്ട് എടുത്തു. H എന്ന് പറയുന്നത് എന്താടാ? ഇവ തമ്മിലുള്ള ഉയരമാണ് അല്ലെ. ഇവ തമ്മിലുള്ള ഉയരം എന്താടാ? 6 തന്നെയല്ലേ ഇവ തമ്മിലുള്ള ഉയരം. ഈ ഉയരം നോക്ക്, എത്രയാണ്? 6 ആണ്. അപ്പൊ H എന്താണ്? Hഉം 6 ആണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ½ h × a + b ആണ് അല്ലെ. ½ h × a + b ആണ്. ½ × h എന്ന് പറയുന്നത് 6 ആണ്, × a + b 12 + 6 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ നോക്ക്, ½ × 6 × 12 + 6 എന്ന് പറയുമ്പോൾ 18 അല്ലെ. ഇനി നമുക്ക് ഹാഫ്, ഇവിടെ ഒരു 2 ഉണ്ട്, 18ൽ 9 2 ഉണ്ട്. 9 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 × 6 54 വരൂ അല്ലെ. 54 cm² ആയിരിക്കും എന്താ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ ഇത്ര മാത്രമേ നിങ്ങൾക്ക് ട്രപ്പീസിയംസ് അല്ലെങ്കിൽ ലംബകത്തിൽ പഠിക്കാനുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് നമ്മളുടെ ഇക്വേഷൻ? ലംബകത്തിന്റെ ട്രപ്പീസിയത്തിന്റെ പരപ്പളവ് കാണാൻ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുക? ½ h × a + b ആണ്. എയും ബിയും പാരലൽ സൈഡ്സ് ആണ്. H എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്.
സിമ്പിൾ കാര്യമല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്സ് ഒക്കെ വേണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എവിടെ ഉണ്ട്? നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? സോ എക്സാം വരാനായി, നമുക്ക് കുറച്ച് ദിവസം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് എക്സാം തകർത്ത് എഴുതണം, 9ാം ക്ലാസ്സിലെത്തണം, 9ാം ക്ലാസ്സും പൊളിക്കണം അല്ലേ? അപ്പോൾ നമ്മളെ കൂടെ വേണം എപ്പോഴും, നിങ്ങൾ എപ്പോഴും നമ്മളെ കൂടെ വേണം. എല്ലാ ലൈവിലും അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.